ഹായ് ഗുഡ് മോർണിംഗ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഇന്ന് നമ്മൾ കറി വയ്ക്കാൻ പോണത് പയർ കൂട്ടാനും പിന്നെ അതുപോലെ ചരക്ക ഉപ്പേരി. ചരക്ക എങ്ങനെ കറി വയ്ക്കുക? ചരക്ക സത്യത്തിൽ എനിക്ക് കറി വയ്ക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ പണ്ടെപ്പോഴൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റേ ഉണക്കച്ചെമ്മീനൊക്കെ ഇട്ടിട്ട് ചാറ് കറി വയ്ക്കുന്ന എനിക്കറിയാം. അപ്പോൾ അത് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നൊരു പുതിയ പരീക്ഷണം നമ്മൾ ചെയ്യാൻ പോകട്ടെ. കുക്കിംഗ് റെസിപ്പി ഒന്നല്ല, ഫ്ലോപ്പ് ആവുന്ന അറിയില്ല. അതുകൊണ്ട് ആരും ഫോളോ ചെയ്യരുത്. കറി ഉണ്ടാക്കി സെറ്റ് ആയതിനു ശേഷം ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ചീനച്ചട്ടി വെളിച്ചെണ്ണ അതൊക്കെ സെറ്റ് ആയിട്ടാ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചു. പച്ചമുളക് ഇടാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മുളകുകളൊന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി വല്ലാണ്ട് സ്പൈസി കുറവാണെങ്കിൽ നമുക്ക് കുരുമുളക് ഇട്ട് വെക്കാം. അതിനൊക്കെ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ സബോള ഇട്ടിട്ട് ഇഞ്ചി ഇട്ടപ്പോൾ എന്താ കുഴപ്പം, ഇഞ്ചി ഇട്ടിട്ട് സബോള ഇട്ടപ്പോൾ എന്താ കുഴപ്പം, ഒപ്പം തന്നെ അങ്ങനെ. പക്ഷേ അല്ലട്ടാ, നമ്മൾ ഒരു സംഭവം ആദ്യമായിട്ട് ഇടുന്നതിന് അതിനതിൻ്റെതായ വ്യത്യാസമുണ്ട്. അത് നമുക്ക് ചെയ്തേക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇത് പോലും പോലെയൊക്കെ ആവുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആവില്ല. നോക്കി നോക്കാം. ആരും ഉണ്ടാക്കണ്ട, നമുക്ക് പരീക്ഷിച്ച് നോക്കാമല്ലോ. രാവിലെ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജിമ്മിലൊന്നും പോക്കില്ല കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞ് ജിമ്മിൽ പോയിട്ട് ഡയറ്റ് നോക്കിയിട്ട് അങ്ങനെ എല്ലാം ഫ്ലോപ്പായിട്ട് എടുക്കാം. ഇനി ഒന്നേന്ന് വരെ തുടങ്ങാൻ വേണ്ടിയാണെങ്കിലും നല്ല മടിയുണ്ട്. എണീക്കാനല്ല മടി, ജിമ്മിന് പോകേണ്ട ഒരു കാര്യമല്ല കേട്ടോ മടി. ഇവിടെ നിന്ന് റെഡിയായിട്ട് പോകാനുള്ള ഒരു നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറുന്നതിൻ്റെ ഒരു മടി. എന്തായാലും ഇന്നത്തോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ പണി തുടങ്ങിയാൽ ഒരു 5:30 ആകുമ്പോഴേക്കും പിള്ളേരെ എണിപ്പിക്കണം. എന്നാൽ മാത്രം നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഈ കറിയും പിന്നെ പയർ. ആക്ച്വലി ഞാൻ കുക്കിംഗ് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളൊന്നുമല്ല. വെറുത്തിട്ടാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ നമ്മൾ ചെയ്യണമല്ലോ, അങ്ങനെ ഒരു വിചാരമുണ്ട്. കുറേ നാളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു മടി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ സബോള വായിച്ചു വന്നിട്ട് അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്തിനാ ഉരുളക്കിഴങ്ങ് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു കൊഴുപ്പ് കിട്ടുമല്ലോ, വെളുപ്പിച്ച് വെക്കാം. അപ്പോൾ മഞ്ഞപ്പൊടി വേണ്ട, മുളക് പൊടി വേണ്ട, മഞ്ഞപ്പൊടി വേണ്ട, മല്ലിപ്പൊടി വേണ്ട, ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ മസാലക്കറി ആ ഒരു ലെവലിൽ പോകുകയാണെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചരക്ക ഇന്നലെ അരിഞ്ഞ് കഴുകി വെച്ചേക്കണം കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങ് വേട്ടെ അല്ലേ, മരുത് തിരിച്ചു പോയാൽ നാളികേരപ്പാൽ ചേർക്കാം. ടേസ്റ്റിലൊക്കെ കറി ചെയ്താൽ അല്ലേ. ഗരം മസാല കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞു. അപ്പോൾ ഞാനതൊന്ന് പേസ്റ്റൊക്കെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തോളൂ. അതൊന്ന് നമ്മൾ നാളികേരപ്പാൽ എടുക്കുന്ന ഇത്ര നാളികേരം ഞാൻ എടുക്കണുള്ളൂ, വെറുതെ പേരിന് ചേർക്കണുള്ളൂ. അപ്പോൾ പോരാണ്ടാവില്ലേ. അപ്പോൾ ഒരു കുറുകൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിന് ചേർത്ത് കൊടുത്തത്. ഫസ്റ്റ് കുറച്ച് നല്ല പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തിരി നാളികേരമുള്ളൂ ഒരു പേരിന്. നമ്മുടെ എല്ലാ കറികളിലും പുളി പരമാവധി ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഈ പഞ്ചസാരയും ഉപ്പും പോലെ തന്നെ നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു സാധനമാണ് പുളി. നമുക്ക് പല അസുഖങ്ങളുടെയും മെയിൻ കാരണം നമ്മൾ പുളി ഓവറായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാരണം പുളി നല്ല കുറവാണ്. മീൻകറിയിലൊക്കെ മാത്രമേ ഒരു 2 കുടംപുളിയോ അങ്ങനെ ഒക്കെ എടുക്കാറുള്ളൂ. എങ്കിലും ആ പുളി പോലും കഴിക്കുന്നതാണ്. പക്ഷേ മീൻകറിയിൽ പുളി ഇട്ടില്ലെങ്കിൽ മീൻകറി കേടുവരും, പിറ്റേ ദിവസത്തേക്കൊന്നും ഇരിക്കില്ല. അപ്പോൾ അത് കാരണം പുളി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാറില്ല. പിള്ളേരെ വിളിക്കേണ്ട നേരെ 5:15 അല്ലേ. അവർ നേരെ വിളിച്ചാൽ പിന്നെ അവരോട് നീറ്റ് റെഡി ആയിട്ട് വരുമ്പോൾ നല്ല ലേറ്റാവും. നല്ല പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. കറിയാണ് വലിയ ഭംഗിയൊന്നുമില്ല, ഇനി ടേസ്റ്റ് ഉണ്ടോ നോക്കി നോക്കാം. ഉപ്പിട്ടിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, നല്ല എരിവുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല. ഞങ്ങൾ ട്രൈ ചെയ്തോട്ടോ, സക്സസ് ആവും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. എനിക്ക് പിള്ളേരെ പോയി വിളിക്കണം, ഞങ്ങൾക്ക് ജിമ്മിന് പോകണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.